അപ്പോൾ ഭഗവാനെ നിന്നെ പരിപൂർണമായി ശരണം പ്രാപിക്കുന്നവർ മായയെ തരണം ചെയ്യുന്നുവെങ്കിൽ, നിന്നെ സ്വാത്മഭൂതനായ നിന്നെ പരിപൂർണമായി ശരണം പ്രാപിക്കുന്നവർ മായയെ തരണം ചെയ്യുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാവരും നിന്നെ ശരണം പ്രാപിക്കാത്തത്? ഇത് വളരെ എളുപ്പമാണല്ലോ നിന്നെ ശരണം പ്രാപിക്കുക എന്നുള്ളത്. എന്തുകൊണ്ട് എല്ലാവരും നിന്നെ ശരണം പ്രാപിക്കുന്നില്ല? ഇതാണ് ചോദ്യം. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം കുടുങ്ങിക്കിടക്കുന്നവർക്കൊക്കെ കൊടുക്കുന്ന രക്ഷപ്പെടണം എന്ന് ആഗ്രഹം ഉണ്ടാവും. എല്ലാവർക്കും ഇല്ല, നല്ല തിരിച്ചറിവുള്ളവർക്ക്. സത്വം രജോ ഗുണം തമോ ഗുണം വർദ്ധിതമായിരിക്കുന്ന അവസ്ഥയിൽ തിരിച്ചറിയില്ല, സമ്മതിച്ചു. അതുകൊണ്ട് അവിടെ ശ്രമവും നടക്കുന്നില്ല, അവൻ സമ്മതിച്ചു. പക്ഷേ സത്വപ്രധാനികളായവർ എന്തായാലും തിരിച്ചറിയും ഞാൻ കുടുക്കിലാണ് പെട്ടിട്ടുള്ളതെന്ന്. ആ കുടുക്കിന് രക്ഷപ്പെടാനുള്ള ഉപായവും അവരാലോചിക്കും. അപ്പം എന്തുകൊണ്ടാണ് നിന്നെ പ്രായേണ ലോകം ശരണം പ്രാപിക്കാത്തത്? ഇത് പ്രസക്തമായ ചോദ്യമാണ്. പിന്നെയും കുടുങ്ങിക്കൊണ്ടേയിരിക്കണം. എന്തുകൊണ്ടാണ്? അതിന് മറുപടി പറയാണ്, നമാം ദുഷ്കൃതിനോ മൂഢാഃ പ്രപദ്യന്തെ നരാധമാഃ മായയാപഹൃതജ്ഞാനാഃ ആസുരം ഭാവമാശ്രിതാഃ. നമാം ദുഷ്കൃതിനോ മൂഢാഃ പ്രപദ്യന്തെ നരാധമാഃ മായയാപഹൃതജ്ഞാനാഃ ആസുരം ഭാവമാശ്രിതാഃ. മാം ദുഷ്കൃതിനഃ നരാധമാഃ മൂഢാഃ ന പ്രപദ്യന്തെ. ആരാവര്? മായയാ അപഹൃതജ്ഞാനാഃ ആസുരം ഭാവം ആശ്രിതാഃ ദുഷ്കൃതിനഃ മൂഢാഃ. മായയാ അപഹൃതജ്ഞാനാഃ, മായയാൽ അപഹരിക്കപ്പെട്ട അറിവോടൊത്തവർ. മായയാൽ അപഹരിക്കപ്പെട്ട, മോഷ്ടിക്കപ്പെട്ട ബോധത്തോടു കൂടിയവർ. അതാണ് ഒരു വിശേഷണം. അതുകൊണ്ട് തന്നെ ആസുരം ഭാവമാശ്രിതാഹ, ആസുരമായ ഭാവത്തെ ആശ്രയിക്കുന്നവർ. രണ്ടാമത്തെ വിശേഷണം. അങ്ങനെയുള്ളവർ ദുഷ്കൃതിനഃ, ദുഷ്കൃതികളായിട്ടുള്ളവർ. മൂഢാഹ, മൂഢന്മാരായിട്ടുള്ളവർ. നരാധമാഹ, നരന്മാരിൽ അധമന്മാരായിട്ടുള്ളവർ എന്നെ ന പ്രപദ്യന്തേ, പ്രാപിക്കുന്നില്ല. അവിടെ എത്രമാത്രം വിശേഷണം പറഞ്ഞു നോക്കൂ. ഒന്ന് ദുഷ്കൃതിനഃ, ദുഷ്കൃതികൾ, ദുഷ്കർമ്മം ചെയ്ത് കൂട്ടിയിട്ടുള്ളവർ. അരുതെന്ന് അന്തരംഗം വിലക്കുന്നതിനെ വീണ്ടും 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 ചെയ്ത് കൂട്ടിയിട്ടുള്ളവർ. ദുഷ്കൃതികൾ. കൂടുതൽ കൂടുതൽ നമ്മുടെ തന്നെ അന്ധകരണത്തെ മലീമസമാക്കുന്നവർ, അങ്ങനെ പറയാൻ പറ്റും. അല്ലാണ്ട് ഇന്നത് ചെയ്യുന്ന ആൾ ദുഷ്കൃതിയാണ്, ഇന്നത് ചെയ്യുന്ന ആൾ സുകൃതിയാന്ന് പറയുക എളുപ്പമല്ല. കാരണം അത് തീർത്തും ആപേക്ഷികമാണ്, തീർത്തും ആപേക്ഷികമാണ്. ഒരു സാമാജിക ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ദുഷ്കൃതി എന്ന് പറയാവുന്നതിന് വൈയക്തിക ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ദുഷ്കൃതി എന്ന് പലപ്പോഴും പറയാൻ പറ്റില്ല, അല്ലേ? വലിയ പ്രശ്നമുള്ളൊരു വിഷയമായി ഇത്, സുഹൃത ദുഷ്കൃതങ്ങൾ.
എന്താ സുഹൃത ദുഷ്കൃതങ്ങൾ എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റില്ല. ആപേക്ഷികമാണത്, തീർത്തും ആപേക്ഷികമാണ്. ഒരാളെ സംബന്ധിച്ച് 1, 2 ഒരിടത്ത്, 3 ഒരിക്കൽ. ദേശം, കാലം, വ്യക്തി ഇവയ്ക്കനുസരിച്ച് സുഹൃത ദുഷ്കൃതങ്ങൾ മാറും. വലിയ വിഷയമാണ്. ഒരു ദേശത്ത് ഒരു കാലഘട്ടത്തിൽ സുഹൃതമായി മാനിക്കപ്പെടുന്നത് വേറൊരു ദേശത്തോ വേറൊരു കാലത്തിലോ സുഹൃതമായിട്ട് മാനിക്കപ്പെടില്ല, ദുഷ്കൃതമായിട്ട് മാനിക്കപ്പെടും. കാലത്തിന് മുമ്പേ ചിന്തിച്ചവരും നടന്നവരും ഉപദേശം സ്വീകരിച്ച് പിൽക്കാലത്ത് ക്രമീകരിക്കുക പതിവുണ്ട്. പക്ഷേ ആ കാലത്ത് ആ സമയത്ത് സുഹൃത ദുഷ്കൃതങ്ങൾ നിർണ്ണയിക്കുക എളുപ്പമല്ല. ഒരു മനുഷ്യനെ മരുന്ന് കുത്തിവെച്ച് കൊല്ലുന്നു നിയമമനുസരിച്ച്. നിയമമനുസരിച്ച് മനുഷ്യനെ മരുന്ന് വെച്ച് കുത്തിവെച്ച് കൊല്ലുന്ന രാജ്യങ്ങളുണ്ട്. അത് സുഹൃതമാണോ ദുഷ്കൃതമാണോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി പറയുക? നമുക്ക് വലിയ പ്രയാസമാണത് പറയാൻ. ഇപ്പോൾ സാമാന്യമായിട്ട് പറയൂ, സൃഷ്ടിക്കാൻ നിനക്ക് കഴിവില്ലാത്ത കാലത്തോളം കൊല്ലാൻ നിനക്ക് അവകാശമില്ല എന്ന് പറയും. പൊതുവെ പറയാറുണ്ട്. സൃഷ്ടിക്കാൻ അധികാരമില്ലാത്ത നിനക്ക് കൊല്ലാനും അധികാരമില്ല എന്നാണ് സാമാന്യമായി അതിന് പറയുക. പക്ഷേ ദേശകാലങ്ങളുടെ അവസ്ഥകൾ ശരിക്ക് പഠിച്ചിട്ട് വളരെ നിരൂപണം ചെയ്തിട്ടാണ് അത് നടപ്പിലാക്കിയിട്ടുള്ള രാജ്യങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത്. അല്ലാണ്ട് ചിന്തിക്കാണ്ടൊന്നുമല്ല. അത്രയും ആ അവസ്ഥയിലുള്ള രോഗികളുടെ ക്ലേശങ്ങൾ കണ്ട് ആരും ശുശ്രൂഷിക്കാനില്ലാത്ത അവസ്ഥ അറിഞ്ഞ് ആർക്കും ശുശ്രൂഷിക്കാൻ കഴിയാത്ത രോഗസ്ഥിതി മനസ്സിലാക്കി ആ ടെർമിനൽ സ്റ്റേജിൽ അയാളും ആഗ്രഹിക്കുന്നു എനിക്കൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയെന്ന്. ആ സ്ഥിതിയിലാണ് അത് അനുവദിച്ച രാജ്യങ്ങൾ അനുവദിക്കുന്നത്. അല്ലാണ്ട് ആരെയും കുത്തിവെച്ച് കൊല്ലാൻ അനുവാദമില്ല. പക്ഷേ ഈ ഭാഗത്ത് നോക്കിയാലോ, സൃഷ്ടിക്കാൻ അധികാരമില്ലാത്ത നിനക്ക് കൊല്ലാൻ അധികാരമുണ്ടോ എന്ന് ചോദിച്ചാലോ എന്താ പറയുക? വലിയ പ്രശ്നമാണ്. എന്ത് അനസ്തേഷ്യ കൊടുത്തിട്ടാ പോരെന്നാ ചോദ്യം. ഇതൊക്കെ വലിയ ചർച്ചാ വിഷയമാണ്. നമുക്ക് ശരി തെറ്റെന്ന് പറയാൻ വയ്യാന്നായി പറഞ്ഞത്. എന്താ ഇതിപ്പോ നിർണയമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഉള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് അവര് വിചാരം ചെയ്തിട്ടാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അവിടെ പോയിട്ട് നമുക്ക് തെറ്റാന്ന് പറയാൻ പറ്റില്ല. വളർത്തു പട്ടികളെ, വളർത്തു പൂച്ചകളെ അവസാന ഘട്ടമെത്തി, അവർക്ക് ചികിത്സിച്ച് രോഗം മാറുന്നില്ല. അതുവരെ മോനെ മോളെന്ന് പറഞ്ഞ് കൊണ്ട് നടന്ന അമ്മപ്പ വരാട്ടോ എന്നൊക്കെയാണ് പട്ടീനോട് പറയുന്നത്. സ്വന്തം കുട്ടീനോട് അങ്ങനെ പറയില്ല കേട്ടോ, അത് വേറെ വിഷയം. ഏറ്റവും തമാശ കാണണമെങ്കിൽ അമേരിക്കയിൽ പോയാൽ മതി. സ്വന്തം കുഞ്ഞിനെ അത്ര സ്നേഹിച്ച് നോക്കൂല, കുഞ്ഞിങ്ങോട്ടും സ്നേഹിക്കൂല. പകരം മോനെ ഇപ്പം വരാട്ടോ എന്ന് ആരോടാ പറയണേ? പട്ടീനോട്. അമ്മപ്പ വരെ. എന്നിട്ട് ആ പട്ടിക്ക് രോഗം ടെർമിനൽ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാലോ നേരെ കൊണ്ടുപോകുന്നു, കുത്തിവെക്കുന്നു, കൊല്ലുന്നു. ഇത്രയേ ഉള്ളൂ. എത്ര നേരം കരയണമെന്ന് ആലോചിക്കുക, അത്രയേ ഉള്ളൂ. അതുപോലെ മനുഷ്യന്മാരെയും ഇതിലിപ്പോൾ എന്താ ശരി എന്താ തെറ്റെന്നൊക്കെ പറഞ്ഞാൽ വലിയ വിഷമാണ്. ആയിരിക്കട്ടെ, ആ ചർച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് നീങ്ങില്ല.
വലിയ പ്രശ്നമാണ്. ഈ സുഹൃത ദുഷ്കൃതങ്ങൾ ആർക്കും പറയാൻ പറ്റില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. നമുക്കൊക്കെ വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരാറുണ്ട്. വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരാറുണ്ട്. കാരണം ആ ഒരു വാക്കിൻ്റെ അപേക്ഷയിൽ പ്രവർത്തിക്കുന്നവർ വന്ന് ചിലത് ചോദിക്കുമ്പോൾ രണ്ട് വിപരീതമായ സന്ദർഭങ്ങൾ സൂചിപ്പിക്കാം. രണ്ടും ഗർഭിണികളാണ്. രണ്ട് വിപരീതമായ സന്ദർഭങ്ങൾ, രണ്ടും ഗർഭിണികളാണ്. വലിയ പ്രതിസന്ധിയാണ്. ഒന്ന്, അച്ഛനും അമ്മയും ആ ഗർഭത്തെ അലസിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അച്ഛനമ്മയും വെച്ചാൽ പതിയും പത്നിയും. വേറെ ഒന്ന്, തൻ്റെ ഗർഭത്തെ അലസിപ്പിക്കാൻ കുട്ടി തയ്യാറല്ലാത്ത സ്ഥിതിയാണ്. ഈ കുട്ടിയോട് നീ പോയി അലസിപ്പിക്കണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. മറ്റവരോട് നിങ്ങൾ അലസിപ്പിക്കരുതെന്ന് പറയേണ്ട സ്ഥിതി വന്നു. കാരണം ഈ കുട്ടി പ്രായമാവാത്ത കുട്ടിയാണ്, ബലാത്സംഗം ചെയ്യപ്പെട്ടതാണ്. പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണ് ഒന്ന്. രണ്ട്, ബലാത്സംഗം ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ആ കുട്ടി ആയിട്ടില്ല, 3 മാസം ആയിട്ടില്ല, ആവുന്നേ ഉള്ളൂ. അവൾക്ക് പ്രാണസങ്കടമാണ്. പക്ഷെ അവളോട് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു, മോളെ നിനക്കതല്ലാണ്ട് വഴിയില്ല. പറഞ്ഞു കൊടുക്കുമ്പോൾ ദുഃഖമുണ്ട്, പറഞ്ഞിട്ട് എന്ത് ചെയ്യും? മറ്റേതല്ല, മറ്റേത് അടുപ്പിച്ചടുപ്പിച്ച് ഗർഭിണിയായതാണ്. കൊച്ചു കുഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, മറ്റേ കുട്ടീനെ കൊന്നോളൂ, വലിയ കുട്ടീനെ കൊന്നോളൂ. കാരണം ആ കുട്ടിക്ക് ഒന്നുമില്ലെങ്കിൽ അറിയാനായല്ലോ, ഒന്നുമില്ലെങ്കിൽ കരഞ്ഞ് ഓടി രക്ഷപ്പെടാലോ. ഇത് അതുപോലും സാധിക്കില്ലല്ലോ വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന്. എന്നിട്ട് അവരാ പ്രസവിച്ച കുട്ടീനെ കൊണ്ട് ഇവിടെ വന്നിരുന്നു, വലിയ സന്തോഷമായിട്ട്. ആ കുട്ടിക്ക് നമ്മളാണ് ചോറ് കൊടുത്തത്. ആ പ്രസവിച്ച കുട്ടീനെ കണ്ടപ്പം തന്നെ അവർക്ക് സന്തോഷമായി. കാരണം മൂത്ത രണ്ടിനേക്കാൾ ആരോഗ്യത്തോടു കൂടിയാണ് ഈ കുട്ടി. അപ്പോൾ സുഹൃത ദുഷ്കൃതങ്ങളൊന്നും നമുക്ക് പറയാൻ വയ്യ, എളുപ്പമല്ല. അവസാനം നമുക്ക് നിർണയം ഇത്ര എത്താൻ പറ്റൂ, തൻ്റെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചാൽ അത് ദുരിതമായി തീരുമെന്ന് പറയാനേ പറ്റൂ. അതും ആത്യന്തികമായ വാക്കൊന്നും അല്ലേ. കാരണം ഇന്ന് പറഞ്ഞത് നാളെ തിരുത്തി നമ്മളെ അന്നത് ചെയ്തത് നന്നായിട്ടോ എന്ന് പിന്നെ പറയുന്ന അവസ്ഥയും വരും. അതും ആപേക്ഷികമാണ്. അപ്പം എന്താണ് ദുഷ്കൃതി എന്നുള്ളത് വ്യാഖ്യാനിക്കുക എളുപ്പമല്ല. പിന്നെ പൊതുവെ അങ്ങ് പറയാനേ പറ്റൂ, ശാസ്ത്രം ആചാര്യൻ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ചെയ്യുക എന്നൊക്കെ പറയാനേ പറ്റൂ. കാരണം വേദോഖിലോ ധർമ്മമൂലം, വേദമാണ് ധർമ്മത്തിൻ്റെ മൂലം. സ്മൃതിശീലേജ തദ്വിതാം, വേദത്തെ അറിഞ്ഞവരുടെ സ്മൃതികളും ശീലങ്ങളും ധർമ്മത്തിന് പ്രമാണമാണ്. ആചാരശൈവ സാധൂനാം, സാധുജനങ്ങളുടെ ആചാരം ധർമ്മത്തിന് പ്രമാണമാണ്. സർവോപരി ആത്മനഃ തുഷ്ടിഹി, തൻ്റെ സന്തോഷം ധർമ്മത്തിന് പ്രമാണമാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാനേ പറ്റൂ. അപ്പോൾ മാം ദുഷ്കൃതിനഃ മൂഢാഹ, പാപകാരികളായ മൂഢന്മാർ, മോഹിച്ചവർ, തിരിച്ചറിവില്ലാത്തവർ, അതുകൊണ്ട് തന്നെ നരാധമാഹ, അധമവൃത്തികളിൽ പ്രവർത്തിക്കുന്നവർ,
അവനെ കൊല്ലുക, ഇവനെ പറ്റിക്കുക, അവളെ മോഷ്ടിക്കുക, ഇങ്ങനെ ഉള്ളതായ അധമവൃത്തികളിൽ കഴിയുന്നവര് ആസുരം ഭാവമാശ്രിത, ആസുരഭാവത്തെ ആശ്രയിച്ചവരെന്താ ആസുരഭാവം? അസുക്കളിൽ മാത്രം രമിക്കുന്ന ഭാവം. അസുക്കൾ പ്രാണങ്ങളിൽ മാത്രം രമിക്കുന്ന ഭാവം. അതിനപ്പുറത്തൊന്നുമില്ല. പ്രാണങ്ങളിൽ രമിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. നമ്മളെല്ലാവരും പ്രാണങ്ങളിൽ രമിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മളെ അസുരന്മാർ എന്ന് വിളിക്കില്ല. മറിച്ച് അത് മാത്രമാകുമ്പോൾ അസുരന്മാരായി. അസുഷു രമത്തെ ഇതി, അസുക്കളിൽ രമിക്കുന്നവരാണ് അസുരന്മാർ. അത് മാത്രമാവുന്നത്, മറ്റൊന്നും പ്രസക്തമല്ല അവർക്ക്, വേറൊരു മൂല്യവും ഇല്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള അസുരഭാവത്തെ പ്രാപിച്ചവര് മായയാ അപഹൃതജ്ഞാനാഹ, മായയാൽ അപഹരിക്കപ്പെട്ട ബോധത്തോടു കൂടിയവര് അവർക്ക് എന്നെ പ്രാപിക്കാൻ കഴിയില്ല. എങ്ങോട്ടാ പോണത്? ഞാൻ അദ്വൈതാശ്രമത്തിൽ പോവുകയാണ്. എന്തിനാണ്? വേദാന്ത ക്ലാസ് ഉണ്ട്. വേദാന്ത ക്ലാസ്സിനാണ്. സന്തോഷം, നല്ലത്. പോയി വേറൊരാളെ കണ്ടുമുട്ടി. എന്താ വർത്താനം? വർത്താനം അതൊക്കെ തന്നെ. എന്നിട്ട് ഇത്ര ദുഷ്ടൻ, അവനെപ്പോലെ വേറൊരുത്തനില്ല. അതെനിക്ക് ആദ്യം അറിയുന്നതാണ്. മനസ്സിലായില്ല? എന്തിനാ പോയത്? വേദാന്തം കേൾക്കാൻ. എന്നിട്ട് എന്താ പറയണതും കേൾക്കണതും? ആ ചിദാനന്ദ ഗുരുസ്വാമിനെ പോലത്തെ ഒരു ദുഷ്ടൻ വേറെ ഇല്ല എന്നുള്ളത് നമുക്ക് ആദ്യം അറിയണ കാര്യമാണ്. ഇപ്പോൾ അതൊക്കെ അതിൽ പെട്ടുപോയി. ഹലുവ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈച്ച പോണത്. പക്ഷെ അതിൽ പെട്ട് കഴിഞ്ഞാലോ കഴിക്കാനും പറ്റൂല, കാലെടുക്കാനും പറ്റൂല, അവിടെ കുടുങ്ങി. ഇതാണ് സ്ഥിതി. അതിന് പല വൃന്ദങ്ങളും ഉണ്ടാവും. അദ്വൈതാശ്രമം കമ്പനി അവയിൽ പെടും. അവസാനം ഫലം എന്തുണ്ടായി? കുറേ പരദൂഷണം ബാക്കിയായി. എന്തിനാ പോയത്? വേദാന്തം പഠിക്കാൻ. എന്നിട്ടിപ്പോൾ എന്താ കിട്ടിയത്? അതിലൊക്കെ അങ്ങ് വീഴും. അതിനിഷ്ടം പോലെ ഉണ്ടാവും, എവിടെ ഉണ്ടാവും. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നുണ്ട്, വലിയ ഗോഡൗണുകളിൽ പുറത്ത് ഈച്ചയെ ആകർഷിക്കാനുള്ള സാധനം പാത്രത്തിൽ വെച്ചിട്ടുണ്ടാവും. ഓരോ വാതിലിൻ്റെ അടുത്തും ഉണ്ടാവും. ഇതിൽ പോയിട്ട് വീഴുന്ന എലി, ഈച്ച, പട്ടിപ്പൂച്ച, പെരിച്ചാഴി എല്ലാം അതിൽ പെടും. ഗോഡൗണിൽ ഇത്രയും വലിയ നിക്ഷേപമുണ്ട്, അവിടത്തേക്ക് പോകാൻ കഴിയില്ല. ഇതാണ് സ്ഥിതി. ഇതെല്ലായിടത്തും ഉണ്ടാവും സമർത്ഥമായിട്ട്. അതെല്ലാം മായയുടെ കളിയാണ്, വല്യമ്മേൻ്റെ കളിയാണ് മുഴുവൻ. മായയാ അപഹൃതജ്ഞാനാഹ. അങ്ങനെ തീർത്തും വിവേകപ്രജ്ഞ നഷ്ടപ്പെട്ട് ആസുരം ഭാവം ആശ്രിതന്മാരായി, ദുഷ്കൃതികളായി, മൂഢന്മാരായി, നരാധമന്മാരായി തീരും. ഇത് ഭാഷ്യം വായിച്ചില്ലല്ലോ. ഭാഷ്യം വായിച്ചില്ല. ന മാം പരമേശ്വരം ദുഷ്കൃതിനഃ പാപകാരിണഃ മൂഢാഃ പ്രപദ്യന്തെ നരാധമാഃ നരാണാം മധ്യേ അധമാഃ നികൃഷ്ടാഃ തേ ച മായയാ അപഹൃതജ്ഞാനാഃ സമ്മുഷിതജ്ഞാനാഃ ആസുരം ഭാവം ഹിംസാനിർദാദിലക്ഷണം ആശ്രിതാഃ. ന മാം
പരമേശ്വരം ദുഷ്കൃതിനഃ പാപകാരിണഃ മൂഢാഃ പ്രപദ്യന്തെ നരാധമാഃ നരാണാം മധ്യേ അധമാഃ നികൃഷ്ടാഃ തേ ച മായയാ അപഹൃതജ്ഞാനാഃ സമ്മുഷിതജ്ഞാനാഃ ആസുരം ഭാവം ഹിംസാനിർദാദിലക്ഷണം ആശ്രിതാഃ. അപ്പോൾ എന്നെ പരമേശ്വരനെ, അപ്പോൾ പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ നേരത്തെ തൊട്ട് മുമ്പുള്ള ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്, സ്വാത്മഭൂതം. മുൻ ശ്ലോകത്തെ വിട്ടുകൊണ്ട് ഈ ശ്ലോകം എടുക്കരുത്. സ്വാത്മഭൂതനായ എന്നെ, സ്വാത്മഭൂതനായ പരമേശ്വരനെ പാപകാരികൾ ദുഷ്കൃതികൾ പാപകാരികൾ, പാപം ചെയ്ത് കൂട്ടുന്നവർ. പുണ്യപാപങ്ങൾ ആപേക്ഷികമാണെന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. എന്നത് പുണ്യം എന്നത് പാപം എന്നൊന്നും പറയാൻ പറ്റില്ല. സ്വന്തം അന്ധകരണത്തെ കൂടുതൽ കൂടുതൽ മലീമസങ്ങളാക്കുന്ന വൃത്തികളൊക്കെ പാപവൃത്തികളാന്ന് പറയാമെന്ന് മാത്രം. അത്രയേ ഉള്ളൂ, അല്ലാതെ വയ്യ. ലോകദൃഷ്ടിയിൽ ഒരു മകൻ അമ്മയെ അടിച്ചു എന്ന് വിചാരിച്ചോളൂ, അതിനും ഉണ്ടാവും സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവും, ഇല്ല? അമ്മയെ കൊന്നാലും ഉണ്ടാവും, അത് നന്നായിട്ടുണ്ട്, അവളുടെ കർമ്മഫലമാണ് കിട്ടണം എന്ന് പറയേണ്ടവരുണ്ടാവും. ഇത് മുഴുവൻ ആപേക്ഷികമാണ്, നിരപേക്ഷമായിട്ടൊന്നും പറയാൻ വയ്യ. ദുഷ്കൃതിനഃ പാപകാരിണഃ, മൂഢാഃ മൂഢന്മാർ, മാം ന പ്രപദ്യന്തെ, നരാധമാഃ നരാധമന്മാർ, നരാണാം മധ്യേ അധമാഃ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അധമന്മാർ. ഇതൊന്നും വിശദീകരിക്കാൻ വയ്യാട്ടോ, അല്ലേ? ആർക്കെങ്കിലും വൈകിച്ചാൽ വിശദീകരിച്ചോളൂ, വിശദീകരിക്കാൻ വയ്യ. നികൃഷ്ടാഹ നികൃഷ്ടന്മാർ, മഹാനികൃഷ്ടന്മാർ. ചിലത് നമുക്കൊരു പരിധിയിലധികം, ഒരു പരിധീൻ്റെ ഉള്ളിൽ വയ്ക്കും, അതിൻ്റെ അപ്പുറത്തേക്ക് വയ്ക്കില്ല. നേരത്തെ സൂചിപ്പിച്ചു, ഈ ധർമ്മസന്ദേശ യാത്രയിലുണ്ടായി, രണ്ടാൾ ഇറക്കി വിടേണ്ടി വന്ന്. അത് കഷ്ടകാലം, ഇതൊക്കെ അവസാനം നമ്മുടെ അടുത്തേക്കാണ് വരുന്നത്. എന്താ ചെയ്യുക, എന്ത് ചെയ്യും? കാരണം എന്താണ്, മാർഗദർശക മണ്ഡലം പ്രസിഡൻ്റാണ്. അപ്പോൾ അവസാനം പ്രസിഡൻ്റ് അടുത്തേക്ക് വരും, നിവൃത്തിയില്ല. ഇതെല്ലാം പരമാവധി ഒപ്പിക്കാൻ നോക്കി, പരമാവധി. അതിൻ്റെ ഇടയ്ക്ക് അടി 3-4 പൊട്ടിക്കഴിഞ്ഞു. തെറി നമുക്ക് ലോകത്തിലുള്ള എല്ലാ തെറിവാക്കും, മലയാളത്തിലുള്ള എല്ലാ തെറിവാക്കും എനിക്കറിയാം, പക്ഷെ അതിൻ്റെ അപ്പുറത്തുള്ള കുറേ വാക്കുകൾ അടക്കം ഒരാൾ വേറൊരാളെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അവസാനം അടിയും പൊട്ടി. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇറക്കി വിടല്ലാണ്ട് വഴിയില്ല, വേറെ വഴിയില്ല. എന്നാലും ഉണ്ടല്ലോ നമ്മളെ ക്ഷമയുടെ അങ്ങേയറ്റം. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ വണ്ടി കയറിക്കോളൂ, ഈ വണ്ടിയിൽ നിന്ന് മാറിയിട്ട്. അപ്പോൾ മൂപ്പര വക ഇതിലൊരൊറ്റയൊന്നിനി ഇടുക്കിയിലെത്തില്ല എന്നാണ്. ഈ വണ്ടി ഇടുക്കിയിലെത്തില്ല പോരെ. അപ്പോൾ ഇടുക്കി ഇതാര് കേൾക്കുകയാണ് പറയണത്? ഡ്രൈവർ കേൾക്കുക. ഡ്രൈവറുടെ ദൃഷ്ടിയിൽ ആരാണ് ഈ പറയുന്ന ആള്? സന്യാസിയാണ്, കാഷായ വസ്ത്രധാരിയാണ്. ഉറപ്പല്ലേ അപകടം പറ്റുന്നു? കാരണം അയാളുടെ മനസ്സിൽ ഇതല്ലേ ഉണ്ടാവുക, ഈ വണ്ടി ഇടുക്കിയിലെത്തില്ല, ഈ വണ്ടി ഇടുക്കിയിലെത്തില്ല എന്ന്. സന്യാസിയുടെ ശാപമുണ്ടെന്ന് വിചാരിച്ചിട്ട് അയാൾ ഓടിച്ചു കഴിഞ്ഞാൽ ഉറപ്പല്ലേ മറയുന്നുള്ളത്. ഞാൻ അപ്പുണ്ണിയോട് പറഞ്ഞു, നീ നിൻ്റെ കാറും കൊണ്ട് പോയിക്കോ, ഞാൻ ഈ വണ്ടിയിലാണ് കയറുന്നത്
എന്ന് പറഞ്ഞ് ഞാൻ ആ വണ്ടി കയറി. ഇടുക്കിയിൽ സുഖമായി എത്തിയെന്ന് മാത്രമല്ല, ഇടുക്കിയിൽ പരിപാടിയും വളരെ ഭംഗിയായി കഴിഞ്ഞു. അവിടെ പ്രതീക്ഷിച്ചതിനേക്കാൾ ആൾക്കാരും ഉണ്ടായി. പിന്നെ ഇനി ഇയാളെ വെച്ചുകൊണ്ടിരിക്കാൻ വയ്യാന്നായി. അപ്പോൾ അയാളോട് പറഞ്ഞു, നിങ്ങളെന്തായാലും ശപിച്ചിട്ട് ഫലിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് പിന്നെ നിങ്ങൾ ഇതിലിനി വരണ്ട, നിങ്ങളെ വാക്കിന് വലിയ വില അല്ല, നിങ്ങൾ മോശക്കാരനാണെന്ന് ഞാൻ പറയുന്നില്ല, അതുകൊണ്ട് ഇനി വരണ്ട. അപ്പോൾ കുറേ എന്നെയും ശപിച്ചു, കുറേ തെറിയും പറഞ്ഞു, അതൊക്കെ കേട്ടു. എന്തായാലും പോയിക്കോളൂ, വഴിക്ക ചെലവിന് എന്തെങ്കിലും പൈസ കൊടുക്കുമെന്ന് നമ്മളൊരാളോട് പറഞ്ഞു. അതിന് ഗാന്ധിനെയൊക്കെ വലിച്ചെറിഞ്ഞ് മൂപ്പര് പോവുകയും ചെയ്തു. ഇവിടെ സ്ഥിരം വരുന്ന ആളാണ്, ഇവിടെ മാസത്തിൽ 2 പ്രാവശ്യങ്ങളും വരുന്ന ആളാണ്. അവിടെ എന്തുണ്ട്, ഇനിയിപ്പോൾ ഇവിടെയും വരാൻ പറ്റില്ല, അല്ലാണ്ട് വേറെ എന്താ, വേറെ ഫലമൊന്നുമില്ല. അപ്പം ചില സ്വാമിമാർക്ക് അഭിപ്രായം, എന്നാലും പറഞ്ഞയക്കേണ്ടിയിരുന്നോ? മൂഢത കൊണ്ടല്ലേ? മൂഢതയാണ്, മൂഢത തന്നെയാണല്ലോ ഇപ്പോൾ ഇതൊക്കെ. ഇതൊക്കെ പത്രങ്ങളിൽ ഫോട്ടോ വരുമ്പോൾ ഇവരൊക്കെയാണ് ധർമ്മസന്ദേശയാത്ര ചെയ്യണത് എന്ന് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ സമാജത്തിന് വിഷമാണ്, അല്ലാണ്ട് വ്യക്തിവിരോധം ഉണ്ടായിട്ടല്ല. അതുകൊണ്ട് ഉള്ളിൽ ഒതുക്കി തീർത്ത് കൈകാര്യം ചെയ്യണത് തന്നെ നല്ലത്, അല്ലാണ്ട് ഇപ്പം എന്താ പറയുക. എന്തായാലും മൂപ്പര് പറഞ്ഞ പരിധിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ജീവിച്ചിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. വലിയ പ്രശ്നമാണ്. എന്തെങ്കിലും റെഫറൻസ് പോയിൻ്റൊക്കെ പ്രശ്നമാണ് ഇവിടെ. സ്വാർത്ഥത കൂടാനല്ലേ നമുക്ക് ആവശ്യം. അഖിലം ഞാനെന്നളവ് തോന്നണമേ ഹരിനാരായണ, അല്ലേ? അത് വേണ്ടേ? അപ്പോൾ സ്വാർത്ഥത കൂടണ്ടേ? അപ്പം നികൃഷ്ടാഹ എന്നുള്ളതിനൊന്നും വ്യാഖ്യാനിക്കാൻ പുറപ്പെടുന്നില്ല എന്നർത്ഥം. എന്തായാലും ഈ വണ്ടി മുഴുവൻ മറിഞ്ഞ് എല്ലാ സന്യാസിമാരും ചത്തുപോട്ടെ എന്ന് പറയണമെങ്കിൽ നികൃഷ്ട ബുദ്ധിയല്ലേ, അത് നമുക്ക് അനുവദിക്കാൻ പറ്റുമോ? ബാക്കിയൊക്കെ പോട്ടെ, നമ്മൾ 2 പേർ തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ നമുക്ക് 2 പേർക്ക് തീർക്കാം. ഒന്നുകിൽ പറഞ്ഞു തീർക്കുക, അല്ലെങ്കിൽ അടിച്ചു തീർക്കുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും തീർക്കുക. പക്ഷേ ഇതൊന്നും അറിയാത്ത ബാക്കി 16 സ്വാമിമാർ ഈ വണ്ടി അപകടത്തിൽ പെട്ടിട്ട് ചത്തുപോകണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ? അത് അംഗീകരിക്കാൻ പറ്റില്ല. അതാണുള്ളപ്പോൾ അതിൻ്റെ അർത്ഥം. ഈ വണ്ടി ഇടുക്കിയിലെത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതല്ലേ അർത്ഥമുള്ളൂ, അതെന്താ അർത്ഥം? അപ്പം നികൃഷ്ടാഹ, ഇതാണ് നികൃഷ്ടന്മാർ, വേറൊന്നില്ല. തേച്ച മായയാ അപഹൃതജ്ഞാനാഹ, മായയാൽ അപഹരിക്കപ്പെട്ട ബുദ്ധിയോട് കൂടിയവർ. സമ്മുഷിതജ്ഞാനാഹ, സമ്മുഷിതമായ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കപ്പെട്ട, നല്ലപോലെ മോഷ്ടിക്കപ്പെട്ട. മുഷ് സ്തേയേ, മുഷ് ധാതു അതിലാണ് മോഷ്ടാവ് എന്നൊക്കെ വരുന്നത്. ഇട്ട് വന്നാൽ മുഷിതമാവും, ഇട്ടില്ലെങ്കിൽ മോഷ്ട എന്ന് വരും. സമ്മുഷിതം, നല്ലപോലെ മോഷ്ടിക്കപ്പെട്ട ബുദ്ധിയോട് കൂടിയവർ. ആസുരം ഭാവമാശ്രിതാഹ, എങ്ങനെയുള്ളവരാണ്? ഹിംസ അനിർദാദി ലക്ഷണം, ആ ലക്ഷണം തന്നെ ഹിംസ, കൊല്ല, അനിർദം, കള്ളത്തരം, കൊല്ലൽ, ഇതൊക്കെയാണ് ലക്ഷണം. അങ്ങനെയുള്ള ലക്ഷണത്തോട് കൂടിയവർ ആശ്രിതാഹ, അതിനെയൊക്കെ ആശ്രയിക്കുന്നവർ, ഒരിക്കലും അവർക്ക് എന്നെ പ്രാപിക്കാൻ കഴിയില്ല. അപ്പം എല്ലാവരും ഇങ്ങനെയാണോ? അല്ല. പിന്നെ ആർക്കൊക്കെ പ്രാപിക്കാൻ കഴിയും? പുനഃ നരോത്തമഃ പുണ്യകർമാണഃ, എന്നാൽ പുണ്യകർമ്മം ചെയ്തവരുണ്ട്, നരോത്തമന്മാർ, നരാധമന്മാരല്ല, അവർക്ക് എന്നെ പ്രാപിക്കാൻ കഴിയും. അവരാരാണ്? അവരാണ് ഭക്തന്മാർ. അപ്പോൾ ആരൊക്കെയാണ് ഭക്തന്മാർ? എങ്ങനെയുള്ളവരാണ് ഭക്തന്മാർ? ആർക്കാണ് ഭക്തി ഉണ്ടാവുക? ഈ വക വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യണം. അത് നമുക്ക് അടുത്ത പ്രാവശ്യമാവാം.